പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും തിങ്കളാഴ്ച ചേരാനായി പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ ചർച്ചയില്ലാതെ ജനന മരണ രജിസ്ട്രേഷൻ ബില്ല് ലോക്സഭ പാസാക്കി. അടുത്തയാഴ്ച FCRA ബില്ല് പരിഗണനയ്ക്കെടുത്തേക്കും. അമിത്ഷായുടെ രാജിയും ക്ഷേത്രക്കൊള്ളയും ഉന്നയിച്ച് പ്രതിപക്ഷം പാർലമെന്റിന് മുന്നിൽ ധർണ നടത്തി. ലോക്സഭയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി കാഷായ വേഷം ധരിച്ചെത്തി പപ്പു യാദവ്. കാഷായ വേഷത്തിൽ ലോക്സഭയിൽ പ്രവേശിച്ച നടപടിയെ സ്പീക്കർ രൂക്ഷമായി വിമർശിച്ചു. ഇത്തരം വേഷങ്ങൾ ധരിച്ച് സഭയിൽ വരരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു സ്പീക്കർ. വിവരങ്ങളുമായി P. ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, നാടകീയമായ രംഗങ്ങൾക്കാണ് ഇന്നും സഭയും പരിസരവും സാക്ഷിയായത്, അല്ലേ? തീർച്ചയായും ഇന്ന് അമിത്ഷായുടെ പാർലമെന്റിലെ സാന്നിധ്യം സംബന്ധിച്ച് പ്രതിപക്ഷം വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോഴും രാമക്ഷേത്ര കൊള്ളയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇന്ന് സഭയെ നാടകീയമാക്കിയത്. സഭയ്ക്ക് പുറത്ത് പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ മകർദ്വാറിൽ കാഷായ വേഷം ധരിച്ചെത്തിയ പപ്പു യാദവ് നടത്തിയ ആ ഒരു സ്കിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് വലിയ പ്രശംസ പിടിച്ചുപറ്റി പ്രതിപക്ഷ MPമാരിൽ നിന്നും ഒരു പ്രതീകാത്മകമായ ഒരു സംഭാവന പെട്ടി അവിടെ വെച്ചുകൊണ്ട് കാഷായ വേഷം ധരിച്ചെത്തിയ പപ്പു യാദവ് അതിന് ചുറ്റുമിരുന്നു. മാത്രമല്ല എല്ലാ MPമാരും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം അതിൻ്റെ അകത്തിടുന്ന പണം എടുത്തുകൊണ്ട് ഓടുന്ന പപ്പു യാദവിനെ അയോധ്യയിൽ നിന്നുള്ള MP, സമാജ്വാദി പാർട്ടിയുടെ MP അവധേഷ് പ്രസാദ് സിംഗ് തടഞ്ഞു നിർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു രസകരമായ ചില നാടകീയ രംഗങ്ങൾക്ക് പാർലമെന്റിന്റെ പുറത്ത് സാക്ഷ്യം വഹിച്ചുവെങ്കിൽ പാർലമെന്റിനുള്ളിൽ പ്രതിപക്ഷം അമിത്ഷായുടെ സാന്നിധ്യം സംബന്ധിച്ച വിഷയം തന്നെയാണ് വളരെ സജീവമാക്കി നിർത്തിയത്. രാജ്യസഭ നാളത്തെ തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞെങ്കിൽ ലോക്സഭയിൽ 12 മണിവരെ സഭ നിർത്തിവെച്ച ശേഷം വീണ്ടും ചേരുമ്പോൾ ജനന മരണ രജിസ്ട്രേഷൻ ബില്ല് പ്രതിപക്ഷ ബഹളത്തിനിടയിൽ പാസാക്കി എടുക്കുകയാണ് സർക്കാർ ചെയ്തത്. അതായത് പ്രതിപക്ഷം നടുത്തളത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ബില്ല് 5 മിനിറ്റ് കൊണ്ട് പാസാക്കി എടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അടുത്ത ആഴ്ച FCRA ബില്ല് വന്നേക്കുമെന്നുള്ളൊരു സൂചനയുണ്ട്. അതായത് കഴിഞ്ഞ സമ്മേളനത്തിൽ അവതരിപ്പിച്ച വിദേശ സംഭാവന നിയന്ത്രണ ബില്ല് അത് ഇത്തവണ ചർച്ചയ്ക്കെടുത്ത് പാസാക്കാനാണ് സർക്കാർ നീക്കം. വിശദാംശങ്ങൾ നൽകിയത് P. ബസന്താണ്.